അച്ഛനെ ഭയന്നിട്ടാണ് ഞാനവിടെ നിന്നത്. അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഞാൻ തിരിച്ചു പോകുന്നതിന് എന്നിങ്ങനെ നമ്മുടെ നയന പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര നീരസത്തോടു കൂടിയിട്ടാണ് ആദർശേട്ടൻ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ നമ്മുടെ നയന പറയുമ്പം നമ്മുടെ ഗോവിന്ദേട്ടൻ പറയുന്നുണ്ട്, ആദർശ് ഈ ഒരു നിലപാടിലൂടെയാണ് പോകുന്നതെങ്കിൽ ആദർശ് എടുത്ത് തന്നാൽ ഈ വീട് നമുക്ക് വേണ്ട കണക്ക് എന്നിങ്ങനെ പറയുകയാണ്. നമുക്ക് ഏതെങ്കിലും വാടക വീട്ടിലോട്ട് മാറാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതൊരു വല്ലാത്ത വിഷമമായല്ലോ മോളെ എന്നിങ്ങനെ കനക പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നയന് പറയുന്നുണ്ട്, അതിലും വല്ലാത്തൊരു വിഷമത്തിലാണ് ആദർശേട്ടൻ്റെ അമ്മയെന്നും പറയുന്നുണ്ട്. ഇനി പൊട്ടിത്തെറിച്ച് മോനോട് എന്തെങ്കിലും സംസാരിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കനക പറയുന്നുണ്ട്, മോളെ ആദർശേട്ടൻ്റെ അമ്മയ്ക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഇതധികം ദിവസമൊന്നും നീണ്ടു പോവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് കേട്ടോ. ദേവയാനി ഇങ്ങനെ ഇരുന്ന് കരയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ജയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവയാനി നീ കരയായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അല്ല ഞാൻ കരയൊന്നും അല്ലായിരുന്നു എന്നിങ്ങനെ പറയേ. നീ കരയല്ലായിരുന്നോ, കണ്ണീരൊപ്പൊന്നും ഞാൻ പിന്നീട് കണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അത് അച്ഛനെ ഓർത്തിട്ടാണ്, അച്ഛൻ്റെ അസുഖത്തെ പറ്റിയിട്ട് ഓർത്തിട്ടാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി പറയുമ്പോൾ നമ്മുടെ ജയേട്ടൻ പറയുകയാണ്, അങ്ങനെയാണോ, അതിന് ഇപ്പോൾ കരയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നത്തേക്ക് നമ്മുടെ ദേവയാനി പിന്നെ പറയുന്നുണ്ട്, ഈ വീട്ടിലെ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അച്ഛനാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ദേവയാനി പറയുക. അന്നത്തേക്കും നമ്മുടെ ജയൻ പറയും, ഈ വീട്ടിൽ വേറൊരാളെ കൂടി നീ അങ്ങനെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്, അത് നയനമോളാണ് എന്നെങ്കിൽ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ആദർശമായിട്ട് എന്തൊക്കെയോ തെറ്റിപ്പിരിഞ്ഞിട്ട് അവരിപ്പോൾ പോയി നിൽക്കുകയല്ലേ, അതിന് ഒറ്റ ഒരാൾ നീ തന്നെയാണ് കാരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ദേവയാനി ചോദിക്കുകയാണ്, ഞാനോ കാരണം, അതെങ്ങനെയാണ് കാരണക്കാരി ഞാനാവുന്നത്, അത് ആദർശമായിട്ടുള്ള എന്തോ പ്രശ്നമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിക്കുകയാണേ. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അമ്മായിയമ്മമാരുടെ സപ്പോർട്ടില്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ജയൻ പറയുക കേട്ടോ. ചേട്ടാ അവർക്കിടയിൽ എന്താ സംഭവിച്ചതെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജയനൊന്നും വീട്ടിൽ തുറന്ന് പറയുന്നില്ല കേട്ടോ. അത് നിൻ്റെ മോനോട് ചോദിക്കാനാണ് പറയുന്നത്. ദേ ഇപ്പം തന്നെ അവൻ നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്, നിന്നെ വിളിക്കുന്നുണ്ട്. അവനെന്തിനാ എന്നെ കാണണമെന്ന് പറയുന്നത് ഇങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ നമ്മുടെ ജയൻ പറയുകയാണ്, അവനെന്തോ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്, അത് നിന്നെ അറിയിക്കണമെന്നാണ് പറയുന്നതെന്ന് പറയുവേ. അല്ല അവൻ എന്ത് തീരുമാനം എടുത്തതെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. എനിക്കറിയത്തില്ല, അവൻ എന്തൊക്കെയോ ചില വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അല്ല എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്, നീയും അങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവുകയാണേ. പിന്നീട് എല്ലാവരും കൂടെ ഇരിക്കുവാണ്. അപ്പോൾ ദേവേനെ അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഇതാ മോനെ, ഇതാ അമ്മയെത്തിയെന്ന് പറയേ. ഇവൻ എന്തൊക്കെയോ നിന്നോട് സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ളത് ഇങ്ങനെ മുത്തശ്ശൻ പറയും കേട്ടോ. എന്താ മോനെ നിങ്ങനെ ദേവേനെ ചോദിക്കാൻ നേരത്തേക്ക് നമ്മുടെ ആദർശ് പറയുകയാണ്, നയനി ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അവൾ സ്വന്തമായിട്ട് തന്നിഷ്ടത്തിന് നടക്കുന്ന അവളെ ഇനി ഞാൻ തിരിച്ച് വിളിക്കാൻ പോകുന്നില്ല. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ആരും പോവുകയും ചെയ്യരുത്. അത് ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ദേവേനെ ഇങ്ങനെ സങ്കടത്തോടെ നോക്കുവാണേ. ഇനി എന്താണെങ്കിലും എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല, ഒരു വേർപിരിയലിനെ പറ്റിയിട്ടാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. അന്നേരത്തേക്ക് നമ്മുടെ ജലജ നാമികയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും നിൽക്കുകയാണ്. അന്നേരത്തേക്കിനും ദേവയാനി ഇങ്ങനെ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് മോനെ ഈ പറയുന്നത്? ഞാൻ വിചാരിക്കുന്നത് വേറൊന്നുമല്ല, ഒരു ഡിവോഴ്സ് തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ദേവയാനി ഞെട്ടുവാണ് കേട്ടോ. ചിലപ്പോൾ ഇത് അവൾക്കും ഇഷ്ടമായിരിക്കും, അതുകൊണ്ട് തന്നെ കോടതിയും കേസും ഒന്നും ഇല്ലാതെ തന്നെ ഇത് പരിഹരിക്കാമെന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അല്ല കോടതിയും കേസും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ നീട്ടുവാണെങ്കിൽ നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് എൻ്റെ കാര്യം പറയാൻ എനിക്കറിയാം. അല്ല അച്ഛനും അമ്മയും എന്താ ഇതൊന്നും പറയാത്തത് ഇങ്ങനെ ദേവയാനി ചോദിക്കാൻ നേരത്തേക്കിനും പറയും, നിങ്ങൾക്കിടയിൽ വഴക്ക് തീർക്കാനൊന്നും ഞങ്ങൾക്ക് വയ്യ, നിങ്ങൾക്കൊക്കെ തീരുമാനം എടുക്കാനുള്ള ബുദ്ധിയും കഴിവും വിവേകവും ഒക്കെ ഉണ്ടല്ലോ. തന്നെയല്ല ഇവർക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയത്തില്ല, ഇവർക്കിടയിൽ കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിക്കാതെ ആദർശ് ഇങ്ങനൊരു തീരുമാനം എടുക്കത്തില്ല എന്നിങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട്. പ്രായവും പക്വതയും എത്തിയവരൊക്കെ അല്ല അവരെ തിരുത്തുന്നത് ശരിയില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇനി എന്നെ പറഞ്ഞ് തിരുത്താൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. സത്യസന്ധയല്ലാത്ത ഒരു ഭാര്യനെ കൂടെ കൂട്ടി നടത്തുന്നതിൽ എനിക്കൊരു താല്പര്യമില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ദേവേനെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ എന്തിനാണ് നീ ഇങ്ങനെ ചോദിക്കുന്നത്, നിനക്ക് അവളിനെ ഇഷ്ടമല്ലല്ലോ, അവർ രണ്ടാളും അകലുന്നത് തന്നെയല്ലേ നിനക്ക് ഇഷ്ടം എന്നിങ്ങനെ ജയനും ചോദിക്കുവാണേ. എന്നാൽ പിന്നെ നിങ്ങളുടെ എല്ലാ ആവശ്യം എന്താണോ അതെല്ലാം അങ്ങോട്ട് നടക്കട്ടെ, പിന്നെ പറഞ്ഞേക്കില്ല മുത്തശ്ശനും അച്ഛനോടൊന്നും നീ പരാതി പറഞ്ഞേക്കില്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നേ, അവൻ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ, അതുകൊണ്ടല്ല എല്ലാവരെയും വിളിച്ചിട്ട് അവനിത് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട്, എന്നാലും ആദർശ എന്തിൻ്റെ പേരിലാണ് നീ ഇങ്ങനെ നായനയായിട്ട് ബന്ധം പിരിയുന്നതെന്ന് ചോദിക്കുവാണേ.
പിന്നീട് ഇതും കൂടെ ഇങ്ങനെയും കൂടെ ചോദിക്കുകയാണ്. അല്ല ഇവിടെ കാവ്യയാണെങ്കിൽ നവ്യനെ വീട്ടിൽ കളയണമെന്ന് പല പ്രാവശ്യമായിട്ട് ആലോചിച്ചതാണ്, അതിനെ അനുകൂലിച്ചതുമായിരുന്നു ഞാൻ. അപ്പോൾ ഒന്നും എടുക്കാത്ത തീരുമാനം ഇപ്പം എന്താ ഇങ്ങനെ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവേ. അന്നേരത്തേക്കിന് ആദർശ് പറയുന്നുണ്ട്, അതിൻ്റെ കാരണമൊന്നും ഇപ്പോൾ പറയാൻ താല്പര്യമില്ല, പുകഞ്ഞ ഉള്ളി പുറത്ത് എന്നിങ്ങനെ പറയുവേ. പിന്നീട് കാണിക്കും നമ്മുടെ ജാനകിയും ജലജയും അനാമയും കൂടെ ചേർന്നിട്ട് കൈയൊക്കെ കൂട്ടിയിട്ട് ആഘോഷം പങ്കിടുവാണേ. നമ്മളുടെ ആഗ്രഹം സാധിച്ചല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയുന്നുണ്ട്, അവളിനി അങ്ങനെ പഠിക്ക് പുറത്താവണം, അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ജലജയും പറയുന്നുണ്ട്, അവളുടെ ചേച്ചിക്കും അഹങ്കാരമാണ്, ഇനി അവളുടെ ചേച്ചി അവിടെ തന്നെ നിൽക്കട്ടെ, ഇനി കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെ ഓർത്ത് പേടിച്ച് നിന്നതാണ്. ഇനി അതിനുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജയും പറയുന്നുണ്ട്. പിന്നീട് അവർക്കൊരു സംശയം, അവരുടെ കൂട്ടത്തിൽ ആദർശിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും കൂടെ ചേർന്ന് നിൽക്കുന്ന ആനിയാണ്. അന്നപ്പോൾ ആനിയായിരിക്കും എനിക്ക് കൂടെ നിൽക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അത് നീ അറിഞ്ഞില്ല, ഇനി അപ്പോൾ ആദർശേട്ടൻ എന്ത് പറഞ്ഞാലും ആദർശേട്ടനൊപ്പം ഞാൻ നിൽക്കുള്ളൂ എന്നാണ് അവൻ പറഞ്ഞതെന്നിങ്ങനെ നമ്മുടെ ജാനകി പറയും കേട്ടോ. എന്താണെങ്കിലും മോൾ ഇക്കാര്യം വിളിച്ചിട്ട് അച്ഛനെ അമ്മേനെ പെട്ടെന്ന് ചൂടോടെ അറിയിക്കുക എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേണുവിനെയാണ്. അതുപോലെ അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. എന്നാലും ആദർശ് അവനെന്താ ഇത്രയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറാനുള്ള കാരണം? നമ്മൾ വിചാരിച്ചതുപോലെ അങ്ങനെ ഏതെങ്കിലും ആണുങ്ങളുടെ പുറകെ പോയി കാണും, അതാണ് അവന് സഹിക്കാൻ പറ്റാതായത്, അല്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കത്തില്ലല്ലോ ആദർശ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്തിട്ടല്ലേ നിൽക്കുന്നത്, അപ്പം നമ്മുടെ മോളും ഇങ്ങനെ തെറ്റല്ലേ ചെയ്യുന്നത്, അതിനിപ്പോൾ എന്താ കുഴപ്പം? അവൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവൾ ആ വീടിൻ്റെ പടി ഇറങ്ങാൻ നിൽക്കുകയല്ലേ, അതുകൊണ്ട് തന്നെയല്ല അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അത് തന്നെയല്ല, അവിടെ നിന്ന് നല്ലൊരു എമൗണ്ട് മേടിച്ചെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അമ്മ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നയനെ പോവുകയാണെങ്കിൽ അവൾക്കിനി അവിടെ തന്നെ പിടിച്ചു നിൽക്കത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും അച്ഛൻ പറയുന്നുണ്ട്, അതെങ്ങനെ സംഭവിക്കും, അവൾക്കാണെങ്കിൽ അനിനെ ഇഷ്ടമല്ലല്ലോ, അവൾക്കിഷ്ടം വേറൊരു പയ്യനെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. അപ്പം ആദർശ് പറഞ്ഞത് സത്യമാണല്ലോ എന്നിങ്ങനെ അമ്മ ചോദിക്കുക. എന്നത്തേക്കിനും പറയും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാറുണ്ട്, നമ്മുടെ കല്യാണത്തിന് മുന്നേ ഒരു പയ്യൻ ഇവിടെ വരുമായിരുന്നല്ലോ, അവനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെളി വെച്ചിട്ടൊക്കെ കാണാറുള്ളത് ഞാൻ കാണാറുണ്ട്. പിന്നെ അനിയുമായിട്ടുള്ള ബന്ധം എപ്പോഴും വേണമെങ്കിലും വേർപെടാമല്ലോ, അപ്പം അതുകൊണ്ടാണ് ഞാനൊന്നും ചോദിക്കാത്തത് എന്നിങ്ങനെ വീണു പറയുകയാണേ. അപ്പോൾ ഇനി അനിയായിട്ട് ഒത്തുപോകില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അത് ഉറപ്പിച്ച കാര്യമല്ലേ, ഇനി അതിനെപ്പറ്റി എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമികയുടെ അച്ഛൻ ചോദിക്കുകയാണ്. ഈ വിഷുവിനും 5-6 പവൻ്റെ നെക്ലേസാണ് ദേവയാനി മോൾക്ക് കൊടുത്തത്, അതുപോലെ കിട്ടാനുള്ളതൊക്കെ കിട്ടട്ടെ, അതൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും മോളിങ്ങി പോന്നോളും എന്നിങ്ങനെ പറയുകയാണേ. തിന്നാനും കുടിക്കാനും ഒന്നും വീട്ടുകാരൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അവളെ തിന്നും കുടിച്ചുമൊക്കെ അവൾ സന്തോഷത്തോടെ മേടിച്ചുമൊക്കെ കഴിയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നത്തേക്കിനും നമ്മുടെ അനാമികയുടെ അമ്മ പറയുകയാണ്, ഇതിപ്പോൾ പോയവൾ ഇനി തിരിച്ച് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അച്ഛൻ പറയുകയാണ്, മൂർത്തി സാറിൻ്റെ സ്വഭാവമാണ് ആദർശന്, അതുകൊണ്ട് ഇനി അവളെ തിരിച്ച് വിളിക്കുമെന്ന് ഓർത്ത് നമ്മൾ പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കളവയും ചതിക്കാതിരുന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് അനാമികയുടെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ജലജ വന്നിട്ട് നമ്മുടെ അബീൻ്റെ അടുത്ത് പറയുകയാണ്, നീ അറിഞ്ഞോ ആദർശൻ നയനെയും ബന്ധം പിരിയാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്കിനും ആദ്യമൊന്നും ഞെട്ടിയിട്ട് പിന്നെ പറയുന്നുണ്ട്, അമ്മ അങ്ങനെ അവർ പറയുന്നത് കേട്ടിട്ടൊന്നും വിശ്വസിച്ചുകൊണ്ട് ഇതാക്കണ്ട, ആദർശേട്ടൻ എന്താണെങ്കിലും നയനെ വീട്ടിൽ കളയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നത്തേക്കിനും പിന്നീട് വീണ്ടും അബി പറയുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛനും മുത്തശ്ശനും അതുപോലെ മുത്തശ്ശി ഒന്നും അതിനെ അനുകൂലിക്കത്തുമില്ല, അമ്മ എന്തായി പറയുന്നതൊക്കെ ചോദിക്കും കേട്ടോ. അന്നത്തേക്ക് നമ്മുടെ ജലജ പറയുന്നുണ്ട്, എടാ അവരിപ്പോൾ എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടാണ്, അതുകൊണ്ട് കാര്യമാകുമെന്നാണ് വിചാരിക്കുന്നതെന്നൊക്കെ പറയുവാണേ. നമ്മൾ ആഗ്രഹിക്കാത്ത തന്നെ നിൻ്റെ ഭാര്യ ഗർഭിണിയായപ്പം ആദർശം നയനയ്ക്ക് ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ വേണമെങ്കിൽ ഡോക്ടർ പറഞ്ഞു കാണും അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്, ചിലപ്പം അവൾ ഒരിക്കലും അമ്മയാകത്തില്ലെന്നൊക്കെ പറഞ്ഞു കാണും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. എന്നാൽ പിന്നെ അവർക്ക് തിരിച്ച് പറയത്തില്ലായിരുന്നോ, എവിടെ ഇല്ലാത്തയിടത്തും പറയത്തില്ലായിരുന്നു എന്നൊക്കെ അബി ചോദിക്കുമ്പോഴത്തേക്കിനും പറയത്തില്ല, നമ്മുടെ മുന്നിലൊക്കെ അവർ കൊച്ചാവത്തില്ലേ എന്നൊക്കെ പറയുന്നുള്ളൂ കേട്ടോ. പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ കുട്ടികളില്ലാത്തതുകൊണ്ട് ചിലപ്പം ബന്ധം വേർപിരിയാനായിട്ട് ആദർശ് വിചാരിച്ച് കാണും എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുകയാണേ.
ആ എടാ അങ്ങനെ പറയടാ നീ. എങ്കിലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ പറയുകയാണെ. അഭി അന്നേരം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ജലജ പറയുകയാണെ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കാൻ നീ നടത്തായിരുന്നു, ഇപ്പോൾ അതും ശ്രദ്ധിക്കാൻ സമയമില്ല എന്നിങ്ങനെ പറയുകയാണെ. നീ ഇപ്പോൾ ഭാര്യ വീട്ടിലോട്ട് പോകുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, നിൻ്റെ മനസ്സിനൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ല, ആർക്കും അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കിനാണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അനക്കയാണ് കേട്ടോ. അന്നത്തേക്കിനും അമ്മയെ കാണിക്കാതെ ഫോണുമായിട്ട് വെളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജലജ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് മാറി നിന്നിട്ട് ഹലോ എന്നിങ്ങനെ പതിയെ പറയേ. അന്നേരത്തേക്ക് നമ്മുടെ അനക്ക പറയുകയാണ്, പറഞ്ഞ സമയം നാളെ തീരുകയാണ്. ഇനിയിപ്പം നാളെ അതിനുള്ള പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വിളിക്കുന്നത് നിന്നെയല്ല നിൻ്റെ മുത്തശ്ശനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനക്ക ഫോൺ കട്ട് ചെയ്യുവാണേ. അപ്പോഴത്തേക്കിനും ജലജ വന്നിട്ട് നമ്മുടെ അബിയുടെ ഷോൾഡറിൽ ഇങ്ങനെ പുറകിൽ നിന്ന് കൈ വെക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ഞെട്ടുവേ. എടാ നിനക്ക് എന്താ പറ്റിയത്, നീ ഇങ്ങനെ ഞെട്ടിട്ടെന്താ, എന്താണെങ്കിലും നീ വിളിച്ച് കാണാൻ നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് നീ ഇത്ര ഭയത്തോടു കൂടി നിൽക്കുന്നതെന്നൊക്കെ പറയുന്നത്. നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും എനിക്കൊന്നും പറ്റിയിട്ടില്ല, ചിലപ്പോൾ ഞാൻ നാട് വിടും, ആ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അഭി പോവുകയാണേ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നവ്യേനെയും നയനേനെയാണ്. ഇതിന് പുറകിൽ എന്തോ ചതി കണ്ട് നയനെ. അതിന് പുറകിൽ ആദർശ് നമ്മുടെ അനാമികയുടെ അമ്മയും അതുപോലെ തന്നെ അബിയുടെ അമ്മയൊക്കെ ചേർന്നിട്ടായിരിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക. ശരിയാ മോളെ, അവർ നേരായ മാർഗത്തിലൂടെ ഒന്നും അല്ലല്ലോ. വിഷുവൊക്കെ കഴിഞ്ഞ് മോള് വീട്ടിലേക്ക് ചെല്ലുന്ന സമയം നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ അവർ നേരത്തെ തന്നെ പണിത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴാണെങ്കിൽ നവ്യമോളും അവിടെ ഇല്ലല്ലോ. നിങ്ങളൊക്കെ ഇല്ലാത്ത അനന്തപുരി തറവാടാണ് അവർക്കൊക്കെ ഇഷ്ടം എന്നിങ്ങനെ കനക പറയുവാണേ. ആദർശേട്ടൻ അങ്ങനെയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുകയാണ്, ഞങ്ങൾ പരസ്പരം എന്തുണ്ടെങ്കിലും തുറന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്, അത് ഞാനും ആദർശേട്ടൻ നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടും ഉള്ളതാണ് എന്നൊക്കെ പറയുക. പിന്നെ ഈ ഒരു കാര്യം മാത്രമാണ് മറച്ചു വെച്ചത്, അത് അമ്മ പറഞ്ഞതുകൊണ്ടാണ് മറച്ചു വെച്ചത് എന്നിങ്ങനെ നയന പറയുകയാണ്. അച്ഛനത് നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അച്ഛന് നല്ല വിഷമമുണ്ട്, പിന്നെ ആദർശേട്ടൻ എന്നെ വിളിക്കാൻ വന്നില്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഇതൊക്കെ അറിയേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.